പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു കൊച്ചു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പബ്ലിക് ആക്കുന്നു. ഒന്നുകിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെക്കുന്നു, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ടൈം നോക്കി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ പബ്ലിക് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അതിലൊന്നാമതായി, ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആക്കി അത് പബ്ലിക് ആക്കിയതിന് ശേഷം സ്വന്തം മൊബൈലിൽ നിന്നും, അതായത് നമ്മൾ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കും. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ മൊബൈലിൽ നിന്നോ, നമ്മുടെ വേറൊരു ചാനലിൽ നിന്നോ, നമ്മുടെ മറ്റൊരു മൊബൈലിൽ നിന്നോ, ശ്രദ്ധിക്കുക, നമ്മുടെ വേറൊരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ അതേ മൊബൈലിൽ നിന്ന് തന്നെയോ നിങ്ങൾ കാണരുത്. എന്ത് കാണരുത്? നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തന്നെ കാണരുത്. മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റ് ചെയ്യുന്നത്, അത് ചെയ്യാതിരിക്കണം. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെയുള്ള ഗ്രൂപ്പിലേക്ക് അങ്ങ് ഷെയർ ചെയ്യരുത്. കാരണം എന്താ, ഷെയർ ചെയ്താൽ അവരൊക്കെ കണ്ട് നമുക്ക് വാച്ച് അവർ കൂടില്ലേ, നമ്മുടെ ചാനൽ പുരോഗമിക്കില്ലേ, ലൈക്ക് കൂടുതൽ കിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഒരു പക്ഷേ കാരണം ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ വീഡിയോ ഷെയർ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ട് ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ കണ്ട് അത് സ്കിപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. നിങ്ങളുടെ വീഡിയോക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക. പിന്നീട് ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റക്കാവാൻ രണ്ടാമത്തെ പോയിൻ്റ്, ഇത് ചെയ്യരുത്. ഇനി മൂന്നാമതായി പറയുന്നത് ടൈറ്റില്, തമ്പനെയിൽ എന്നിവയാണ്. ഈ ടൈറ്റിലും തമ്പനെയിലും നിങ്ങൾ ഒരിക്കൽ വീഡിയോ പബ്ലിക് ആക്കിയതിന് ശേഷം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചേഞ്ച് ചെയ്താൽ നിങ്ങളുടെ വീഡിയോക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ വീഡിയോ ആ കിടപ്പ് അവിടെ കിടക്കും, അത് സ്റ്റക്കായി പോവും, കൂടുതൽ ആളുകളിലേക്ക് അത് സജസ്റ്റ് ചെയ്യപ്പെടുകയില്ല. ആയതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പബ്ലിക് ആക്കിയ വീഡിയോ നിങ്ങൾ തമ്പനെയിൽ ചേഞ്ച് ചെയ്യുകയോ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ വീഡിയോയുടെ ഗ്രോത്തിനെ, നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നതാണ്. നാലാമതായി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കി ഏതാനും മണിക്കൂറുകളൊക്കെ കാത്തിരുന്നു, പക്ഷേ വീഡിയോക്ക് വേണ്ടത്ര ലൈക്കോ വീഡിയോക്ക് വേണ്ടത്ര വ്യൂസോ ഒന്നും കണ്ടില്ല. അതിങ്ങനെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ കയറി നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു, പക്ഷേ ആരും വീഡിയോ കണ്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര വ്യൂസ് വന്നില്ല, വേണ്ടത്ര ലൈക്ക് വന്നില്ല. ഇത് ശരിയല്ല. ഇനി നമ്മുടെ വീഡിയോ അവിടെ ഇട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങളാരും വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ മറ്റുള്ള വീഡിയോകളെയും നിങ്ങളുടെ ചാനലിനെ തന്നെയും അത് പ്രതികൂലമായി ബാധിക്കും. ആയതുകൊണ്ട് ഒരിക്കൽ പബ്ലിക്കാക്കിയ ഒരു വീഡിയോ അവിടെ കിടന്നോട്ടെ, അത് വ്യൂസ് ഇല്ലെങ്കിലും അവിടെ കിടക്കട്ടെ, ലൈക്ക് ഇല്ലെങ്കിലും അവിടെ കിടക്കട്ടെ, നിങ്ങളത് ഡിലീറ്റ് ചെയ്യാൻ പോകണ്ട. പിന്നെ
നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നു, ആദ്യത്തെ 1 മണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു ദിവസമോ കഴിഞ്ഞ് നമ്മൾ അനലിറ്റിക്സ് ഒക്കെ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഗ്രോത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റുഡിയോ മൊത്തത്തിൽ ചകയുന്നു. എന്നിട്ട് മൊത്തത്തിൽ ചകഞ്ഞ് അനലിറ്റിക്സ് ഒക്കെ ചകഞ്ഞ് നിങ്ങൾ ഒരു കൺക്ലൂഷനിലെത്തുന്നു, അയ്യോ ഈ വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ല, അങ്ങനെ ഇനി ഈ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അയ്യോ ഈ ചാനൽ എന്തിനാണ്, ഈ ചാനൽ ഒന്നിനും കൊള്ളാത്ത ചാനലായി മാറിയോ, ഈ വീഡിയോ ഒന്നിനും കൊള്ളാത്ത ചാനലായി മാറിയോ, ഈ വീഡിയോ ഒന്നിനും കൊള്ളാത്തതായോ എന്നൊക്കെ കരുതി ചിന്തിച്ച് പ്രയാസപ്പെടരുത്. നിങ്ങളുടെ ചാനലിൽ വന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ചാനലിൽ വന്ന കമൻറ്റുകൾക്ക് ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിന് ഗ്രോത്താണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇനി ഇത്തരത്തിലുള്ള വീഡിയോ ഒന്നും ഞാൻ ഇടില്ല എന്ന് ശപഥം ചെയ്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഉള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും ഗ്രോ ചെയ്യില്ല. വീഡിയോ ഇടുന്നതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ പല ആളുകളും ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടി മാത്രമായി ഇരിക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണത്? ഇതിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പല ആളുകളും ഇതിന് ഇറങ്ങി പുറപ്പെടുമോ? ഇല്ല. അപ്പോൾ ആയതുകൊണ്ട് സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറയുന്നത്, പൈസ കൊടുത്ത് ഒരിക്കലും വ്യൂസ് വാങ്ങുകയോ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങുകയോ വാച്ച് അവർ വാങ്ങുകയോ ചെയ്യരുത്. അത് പക്കാ അബദ്ധമാണ്. സ്വയം ഉയർന്നു വരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ടോ? നിങ്ങൾക്ക് സ്വയം ഉയർന്നു വരാം. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായ വ്യൂസോ കൃത്രിമമായ വാച്ച് അവറോ കൃത്രിമമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയോ വാങ്ങിയാൽ നിങ്ങളുടെ ചാനൽ ഒരിക്കലും മുന്നോട്ട് വരില്ല. അപ്പോൾ ആയതുകൊണ്ട് ചാനൽ ഡൗൺ ആകാൻ ഇത് കാരണമാകും. നിങ്ങളുടെ വീഡിയോസ് സ്റ്റക്കാവാൻ ഇത് കാരണമാകും. ഒരിക്കലും ഇത് ചെയ്യരുത്. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ്, കമൻസ് വരും. നമ്മുടെ ചാനലിലെ വീഡിയോ ഒത്തിരി വൈറലായി കഴിഞ്ഞാൽ ഒത്തിരി കമൻസ് വരും. ഈ കമൻസിൽ നല്ല കമൻറ്റും നമുക്ക് അനുകൂലമായ കമൻറ്റും പ്രതികൂലമായ കമൻറ്റും ഒക്കെ കാണും. നെഗറ്റീവ് കമൻറ്റുകൾ അല്ലെങ്കിൽ മോശം കമൻറ്റുകളൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് ഡിലീറ്റ് ചെയ്യും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ കമൻറ്റുകൾ അവിടെ കിടന്നോട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ കമൻറ്റിന് ശേഷം ഇട്ടിരിക്കുന്ന കമൻറ്റുകൾക്കോ റിപ്ലൈ കൊടുക്കാം. നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഇട്ട കമൻറ്റ് അനവസരത്തിലായിപ്പോയി, അനുചിതമായിപ്പോയി, സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മാന്യമായ രീതിയിൽ അത്തരം കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാം. നേരെ മറിച്ച് നിങ്ങൾ ആ മറുപടി അല്ലെങ്കിൽ അവരുടെ കമൻറ്റിനെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിനും നിങ്ങളുടെ ആ വീഡിയോക്കും ഒരു ബാഡ് ഇംപ്രഷനാണ് ഉണ്ടാവുക. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഇതൊക്കെ പബ്ലിക്കാക്കിയതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ്. പബ്ലിക്കാക്കിയതിന് ശേഷം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയുമായി പറ്റിയ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.